അപ്പോൾ ഗൈസ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 50K ആണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഫുൾ ആപ്സ് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നൊരു ഡേ ബിഫോർ മൈ ഫിസിക്സ് എക്സാം ആണ്. അപ്പോൾ ഫിസിക്സ് എക്സാമിൻ്റെ തലേന്ന് പറയുകയാണെങ്കിൽ ഇന്ന് 4-ാം തീയതി. അപ്പോൾ ഇന്നലെ മുതലുള്ള കാര്യങ്ങൾ പറയാം. ഇന്നലെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഏകദേശം 7:15 ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് 7:15 പഠിക്കാൻ കയറി. 7:15 അങ്ങോട്ട് ഡെറിവേഷൻ ആയിരുന്നു ഫുള്ള് ചെയ്യുന്നത്. കാരണം ഡെറിവേഷൻ ചെയ്യാൻ പിന്നെ സമയം കിട്ടിയില്ലെങ്കിൽ വെച്ചിട്ട് ഇന്നലെ ഫുള്ള് ഡെറിവേഷൻ ചെയ്ത് തീർക്കാൻ വിചാരിച്ച്. പക്ഷെ ഫുള്ള് കഴിഞ്ഞില്ല. റേപ്റ്റിക്സ് എത്തിയപ്പോത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ കുറേ ഉണ്ടായിരുന്നു. കാരണം കാണാതെ ചെയ്തിട്ട് തെറ്റിയുണ്ടോയെന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ കുറേ ടൈം എടുത്തു. അങ്ങനെ രാവിലെ നീറ്റ് ബാക്കിയുള്ള ഡെറിവേഷനും കണ്ട് തീർത്ത്. പിന്നെ ഇന്ന് രാവിലെ ഡെറിവേഷനൊക്കെ തീർത്ത്. ബാക്കിയുള്ളൊക്കെ പിന്നെ കുറച്ച് റിവിഷൻ ചെയ്തു ഡെറിവേഷൻ തന്നെ. പിന്നെ രാവിലെ ഏകദേശം ഒരു 9 മണി ആ ടൈം തൊട്ടിട്ട് ഏകദേശം 11 വരെ എല്ലാ ചാപ്റ്ററും അത്യാവശ്യം റിവൈസ് ചെയ്തു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടൊന്നുമില്ല. ഞാൻ സാധാരണ എഴുതിയിട്ടാണ് പഠിക്കാറ്. പക്ഷേ ഇപ്പം എഴുതിയിട്ട് പഠിക്കാനുള്ള ടൈമൊന്നും ഇല്ല. കാരണം ആകെ 1.5 ദിവസമേ ഫിസിക്സിനുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ ടൈം കളയാൻ കഴിയില്ല. പിന്നെ ഞാൻ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ NCERT ക്വസ്റ്റൻസ് ഒന്നും നോക്കാൻ കഴിയില്ലല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എക്സാമിനറിന്റെ ലൈവാണ് കണ്ട്. പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇട്ട്. അത് ഇന്നാണ് ഞാൻ കാണുന്നത്. 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറിന്റെ മുകളിലേക്ക് കണ്ടു കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂറിന്റെ മേലേക്ക് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 5.5 മണിക്കൂറുണ്ട്. ഇനി ഫുള്ള് കാണാനുണ്ട്. ഇന്ന് 7 മണിക്ക് ലൈവ് ഉണ്ട്. അപ്പം അതിന്റെ മുന്നേ കണ്ടു തീർക്കണം. പിന്നെ റിവിഷൻ ചെയ്യാൻ നാളെ ഉച്ച വരെ ടൈം ഉണ്ടല്ലോ. ഉച്ചയ്ക്കല്ല പരീക്ഷയ്ക്ക്. ഏകദേശം 11:45 ബസ്. എന്നാലും അതിന്റെ മുന്നേ ചെയ്ത് തീർക്കാൻ വിചാരിക്കുന്നു. ആ PDF നോട്ട്സ് ഒക്കെ കിട്ടണം. അങ്ങനെ ചെയ്ത് തീർക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഫിസിക്സ് 1.5 ദിവസം കൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു. കാരണം ഞാൻ മോഡൽ എക്സാമിന് പോകാതെ അന്ന് തന്നെ ഫിസിക്സ് തീർത്തോണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ വിളിഞ്ഞ് തന്നെ ഫുള്ളായിട്ട്. അത് മാത്രമേ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൂ. മോഡൽ എക്സാമിന് പോകാതെ ഫിസിക്സ് തീർത്ത് ഏകദേശം പഠിച്ചിട്ട് ന്യൂക്ലിയർ എന്തായാലും സ്കിപ്പ് ചെയ്തിരുന്നു. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റർ അറിയാം. 8ാമത്തെ ചാപ്റ്ററും കുറച്ച് അറിയില്ല. പിന്നെ ഇനി എനിക്ക് എന്താ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ പ്രെഡിക്ഷൻ ആണ്. ഇത് ഡെറിവേഷന്റെ ഒരു ഇതാണ് ഞാൻ ഉണ്ടാക്കിയാണ്. മോഡൽ എക്സാമിന് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ കഴിഞ്ഞല്ലോ +1 ഒരു പ്രഡിക്ഷന്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു അന്ന്. അപ്പോൾ അന്നൊക്കെ ഞാൻ പിന്നെ പ്രഡിക്ഷൻ വെച്ചാൽ ഇനിയിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അടുത്ത പ്രഡിക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് തോന്നുന്നത്. നിങ്ങൾ തന്നെ പഠിച്ചു പോകണമെന്ന് ഞാൻ പറയില്ല. ഇനി വന്നില്ലെങ്കിലും ചാൻസ് കൂടുതലുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഓരോ ചാപ്റ്ററിനും ഓരോ ഡെറിവേഷൻ വെച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ 1 എന്ന് കണ്ട് അതിൽ ഞാൻ പറയുന്ന പ്രഡിക്ഷൻ ഏതാന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ എല്ലാം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ആകെ കുറച്ച് 5 ഡെറിവേഷൻ ഉള്ളൂ. പക്ഷേ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ തോന്നുന്നത് ഇതാണ്. ഫീൽഡ് ലൈൻ ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ. അപ്പോൾ അതൊക്കെ ഗോഷ്യസ് ലോ ഒക്കെ വെച്ചിട്ട് ചെയ്യണേ. ഗോഷ്യസ് സർഫസ് ഒക്കെ വെച്ച് ചെയ്യണേ. അതായത് അതിൻ്റെ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ അവിടെ കിട്ടും. ആ ഡെറിവേഷനാണ് എനിക്ക് തോന്നുന്നത് വരുന്നത്. കാരണം ഈ ഡെറിവേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട് മോഡലിന്. പിന്നെ ഈ ഡെറിവേഷൻ അങ്ങനെ ചോദിക്കാൻ ചാൻസ് കാണില്ല. അതിനോട് തന്നെ ഇതാണ് വിചാരിക്കണേ. എന്താണെന്നറിയില്ല. ഇതും ചിലപ്പോൾ ഇതിൽ 2 കൂടി വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ അവിടെയാണ് തുടങ്ങുന്നത്. കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യണത് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ പാരലലും സീരീസുമാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇതുവരെ അധികം ചാൻസ് ഞാൻ കാണുന്നില്ല. ഇത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഞാൻ പാരലലും സീരീസ് തന്നെയാണ് പറയുന്നത്. സീരീസ് ഓഫ് കപ്പാസിറ്റൻസിൻ്റെ അതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് തോന്നുന്നു പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചാപ്റ്റർ 3 നോക്കാം. ചാപ്റ്റർ 3 ഇടം വലം നോക്കാം. അല്ലെങ്കിൽ എനിക്ക് ചാപ്റ്റർ 3 2 പറയണമെന്നുണ്ട്. കാരണം നിങ്ങൾ നോക്കിക്കുക. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് മോഡലിന് ചോദിച്ചിന്, ക്രിസ്മസിന് ചോദിച്ചിന്. പക്ഷെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ്. എന്തായാലും നോക്കിക്കുക. പക്ഷേ ഞാൻ ഇതിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിൻ്റെയാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ചാപ്റ്റർ 3. ചാപ്റ്റർ 4 നോക്കുകയാണെങ്കിൽ ഏതാ പ്രെഡിക്റ്റ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ 4 ഒന്നും നോക്കാമല്ലേ. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലർ കറണ്ട് ലൂപ്പ് തന്നെയാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ്. ഇതാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പിന്നെ ചാപ്റ്റർ 5 നോക്കുകയാണെങ്കിൽ ആകെ ഒരു ഡെറിവേഷൻ ഉള്ളൂ. അതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഞാൻ വെറുതെ എഴുതിച്ചാണ്. ചാപ്റ്റർ 6 നോക്കുകയാണെങ്കിൽ ഇമോഷണൽ EMF ഒക്കെ ഉണ്ട്. ഇമോഷണലൊക്കെ ആയിരുന്നു ഇമോഷണൽ EMF എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊക്കെ ഇതായിരുന്നു. ഇമോഷണൽ EMF ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നുമല്ല പ്രെഡിക്റ്റ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെയാണ്. കാരണം കുറച്ചൊക്കെ വലിയ ഡെറിവേഷൻസും ചോദിക്കണതാണ്. അതിനോട് തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ. പിന്നെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള AC ജനറേറ്റർ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള AC നോക്കുകയാണെങ്കിൽ അൾട്ടർനേറ്റിംഗ് കറണ്ട് നോക്കുകയാണെങ്കിൽ അതിൽ പ്രെഡിക്റ്റ് ചെയ്യണത് ഏതൊക്കെയാണെങ്കിൽ LCR സർക്യൂട്ടാണ്. LCR സർക്യൂട്ടോ അല്ലെങ്കിൽ ഇതാണ് വരാൻ ചാൻസ് ഉള്ളത് കപ്പാസിറ്ററിൻ്റെ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നേ വരാൻ ചാൻസ് ഉള്ളൂ എന്നാണ് ഞാൻ കാണുന്നതെന്ന് പറയാൻ ഞാൻ ജോൾസിനൊന്നുമില്ല. എന്നാലും ഞാൻ കഴിഞ്ഞെല്ലാം അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ആ ഒരു അർത്ഥത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാണ്. എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് ഞാൻ പറയുന്നത്.
നിങ്ങളിത് മാത്രം പഠിച്ചിട്ട് ഇളിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ് വെറുതെ അല്ല, അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഫുള്ള് വരണമെന്നൊന്നും ഇല്ലല്ലോ. എന്നാലും ഞാൻ കാണുന്ന ഇതാണ് LCRും അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ ആണ് നോക്കുന്നത്. AC സപ്ലൈ ടു കപ്പാസിറ്റർ I = എവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ എന്തൊക്കെ എഴുതിയാണ് I0 sin ωt + π/2 ഫേസ് കറണ്ട് ലീഡ് ചെയ്യുന്നതാണ്. 90 ഡിഗ്രി വോൾട്ടേജിന് കറണ്ട് ലീഡ് ചെയ്യുന്നതാണ് കപ്പാസിറ്ററിൻ്റെ. അതാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പിന്നെ ചാപ്റ്റർ 9 ഒക്കെയാണ് റാപ്റ്റിക്സ്. ഇതിലിപ്പോൾ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല, കാരണം അത്യാവശ്യം ഏറ്റവും കൂടുതൽ ഡെറിവേഷനുള്ള ചാപ്റ്ററാണ് റാപ്റ്റിക്സ്. എനിക്കത് തോന്നുന്നത് പ്രിസം തോന്നുന്നുണ്ട്, പിന്നെ ഇതും തോന്നുന്നുണ്ട്. ലെൻസ് ഫോർമുല ചോദിക്കാൻ ചാൻസ് ഇല്ല, ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റിഫ്രാക്ഷൻ ഓഫ് സ്ഫെറിക്കൽ സ്ഫിയർ അതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം ഇത് രണ്ടൊന്ന് പഠിച്ച് വെച്ചേക്കുക, പ്രിസം നോക്കുക. പഠിച്ച് വെച്ചേക്കെന്നല്ല, ഞാൻ ഇത് പ്രെഡിക്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ അത് രണ്ടെണ്ണമാണ് ഞാൻ പ്രെഡിക്റ്റിന്. 10ാമത്തേൽ ആകെ 2 ഉള്ളൂ. അതിൽ ഇടം വല്ല നോക്കല്ലേ, റിഫ്രാക്ഷനെ ചോദിക്കുള്ളൂ, അതത്രേ ഉള്ളൂ. ചോദിക്കുകയാണ് റിഫ്രാക്ഷനെ ചോദിക്കുള്ളൂ, വേറെ വർത്തമാനമൊന്നും ഇല്ല. പിന്നെ ആറ്റംസ്, ന്യൂക്ലിയൈ അതുപോലുള്ള ചെറിയ ചാപ്റ്ററിലൊക്കെ ഡെറിവേഷനൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ ഡെറിവേഷൻ ചോദിക്കാൻ ചാൻസ് ഇല്ല, കാരണം ഇത്രയും ഡെറിവേഷൻ ഉള്ളപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്ത് ചോദിക്കാനും അറിയില്ല. ടഫാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എടുത്ത് ചോദിക്കാനും ചാൻസ് ഉണ്ട്. നമ്മളൊക്കെ കരുതിയിരിക്കണം, മാക്സിമം ഒക്കെ പഠിക്കുന്നേ. ഡെറിവേഷൻസ് ഇത് ഫുൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഞാൻ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്താണ്. ഇനിയിപ്പോൾ അതന്നെ പഠിച്ച് പോയിട്ട് ഒന്നില്ല എന്നൊന്നും പറയരുത്. അപ്പം ഞാൻ മുൻകൂർ ജാമ്യം എടുക്കണതാണ്. അപ്പോൾ എന്തായാലും ഇത്ര തന്നെ ഉള്ളൂ. ഒരു ഡേ ബിഫോർ ഫിസിക്സ് എക്സാമും പിന്നെ പ്രഡിക്ഷനും കഴിഞ്ഞു ഇവിടെ. അത്ര തന്നെ ഉള്ളൂ. ഈ ഫിസിക്സിൻ്റെ കുറേ ഷോർട്ട് നോട്ട്സൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പിൽ ഇട്ടിരുന്നു. വാട്സപ്പിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് നോക്കുക.